മാർക്ക് സക്കർബർഗിന് വട്ടായി പോയെന്നാണ് തോന്നുന്നത്. എല്ലാ കമ്പനി സീക്രട്സും ഇല്ലീഗലായിട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് വിളിച്ചു പറയാണ്. കഴിഞ്ഞ ദിവസം മെറ്റ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ജുഡീഷ്യൽ കമ്മിറ്റിക്ക് മുന്നാകെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വായിച്ചവരൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. ഇപ്പൊ അമ്മാതിരി കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഫസ്റ്റ് കാര്യം, കോവിഡിന്റെ സമയത്ത് 2021 നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഗവൺമെന്റിനെതിരെയോ കോവിഡിനെതിരെയോ എന്തെങ്കിലും നമ്മൾ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുകയോ വീഡിയോ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ അത് ഫ്ലാഗ് ചെയ്യും. പല ആൾക്കാരുടെ യൂട്യൂബ് ചാനൽ വരെ അടിച്ചു പോയിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇപ്പൊ സക്കർബർഗ് പറയുന്നത് ഇത് ഗവൺമെന്റ് ഇവരെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചതാണ്, അല്ലാതെ ഇവർക്ക് ഇഷ്ടമുണ്ടായിട്ട് ചെയ്തതല്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, 2020 അമേരിക്കൻ ഇലക്ഷനിൽ ഈ ബൈഡൻ ഒരു മകനുണ്ട്, ഹണ്ടർ ബൈഡൻ എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ നിന്ന് കുറെ ഡാറ്റ ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതും പ്രോസ്റ്റിറ്റ്യൂട്ട്സിന് കൂടെ നിൽക്കുന്ന എവിഡൻസ് ഒക്കെ ആയിരുന്നു അതൊക്കെ. അപ്പൊ ആ സമയത്ത് ഗവൺമെന്റ് വന്നിട്ട് ഇതൊക്കെ ഫേക്ക് ന്യൂസ് ആണ്, ഇതൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം, അൽഗോരിതം മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് ഗവൺമെന്റ് വന്നു പറഞ്ഞു എന്നാണ് ഇപ്പൊ സക്കർബർഗ് റിലീസ് ചെയ്ത ഡോക്യുമെന്റിൽ ഉള്ളത്. അപ്പൊ ഇലക്ഷൻ മാനിപ്പുലേഷൻ ആയി, ആൾക്കാരെ കോവിഡിന്റെ സമയത്ത് പറ്റിച്ച ആ കാര്യം കൂടി ആയി. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ട്രംപ് എങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ സക്കർബർഗിന് ഒരു മാരക പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ട്രംപ് ജയിക്കുന്ന ഉറപ്പായപ്പോ സക്കർബർഗ് കളിച്ച ഒരു കളിയായിരിക്കും ഇത്.